നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, നെയ്മർ ജൂനിയർ മടങ്ങിയെത്തി. വിനി ജൂനിയർ നിറഞ്ഞാടി. തകർപ്പൻ ജയം സ്കോട്ട്ലൻഡ് മേൽ നേടി. ബ്രസീൽ ഇതാ ഗ്രൂപ്പ് ചാമ്പ്യന്മാരുമായിരിക്കുന്നു. എല്ലാം കൊണ്ടും ബ്രസീലിയൻ ആരാധകരുടെ മനം നിറഞ്ഞൊരു ദിവസമാണിന്ന്. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ഗ്രൂപ്പ് സിയിലെത്തങ്ങളുടെ അവസാന മത്സരത്തിൽ ബ്രസീൽ സ്കോട്ട്ലൻഡിനെ തകർത്തെറിഞ്ഞിരിക്കുന്നത്. വിനി ജൂനിയർ ഇരട്ട ഗോളുകളുമായിട്ട് മിന്നിക്കെത്തിയപ്പോൾ മാത്യസ് കുഞ്ഞ ഒരു ഗോൾ കണ്ടെത്തി. ബ്രൂണോ ഗുയിമാരസിന്റെ പ്രകടനം എടുത്തു പറയണം. 2 മികച്ച അസിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ വക. റയാൻ നന്നായി കളിച്ചു. അങ്ങനെ എല്ലാവരും മികവ് കാണിച്ച ഒരു മത്സരമാണ് ബ്രസീൽ ജയിച്ചു കയറിയിരിക്കുന്നത്. മത്സരത്തിൽ ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വിനി ജൂനിയറും മാത്യസ് കുഞ്ഞയും റയാനുമാണ് ഒരുമിച്ചിറങ്ങിയത്. കളിയുടെ തുടക്കം മുതൽ തന്നെ ബ്രസീൽ ഗോൾ മണമുള്ള നീക്കങ്ങൾ നടത്തുന്നു. വിനി ജൂനിയറുടെ ഗോൾ 7-ാമത്തെ മിനിറ്റിൽ പിറക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സ്കോട്ട്ലൻഡിൻ്റെ ഡിഫൻഡറുടെ ഒരു മിസ്റ്റേക്ക്, പ്രസ് ചെയ്ത് റയാൻ എടുത്ത ബോളാണത്. അത് വിനിക്ക് കിട്ടുന്നു. വിനി അനായാസം വലയിലേക്ക് എത്തിക്കുന്നു. യെസ്, ബ്രസീലിൻ്റെ മഞ്ഞ തെളിയുന്നു. പിന്നീട് അങ്ങോട്ട് ബ്രസീൽ നിരവധി നീക്കങ്ങളുമായിട്ട് എത്തുമ്പോഴും സ്കോട്ട്ലൻഡ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ മറ്റൊരു ഡിഫൻഡറുടെ മേൽ പ്രസ് ഇട്ട് വിനി ബോൾ എടുത്ത് ഗോള് അടിച്ചു എന്ന് തോന്നിയതാണ്. അദ്ദേഹം ആഘോഷമൊക്കെ നടത്തിയതിന് ശേഷമാണ് റഫറി അത് വാറ് നോക്കിയിട്ട് ഒരു ചെറിയ ഫൗളുണ്ടെന്ന് പറഞ്ഞിട്ട് അത് റൂൾഡ് ഔട്ട് ആക്കിയത്. ഏതായാലും അതുകൊണ്ടൊന്നും വിനിയെയും ബ്രസീലിനെയും തടയാൻ പറ്റുമായിരുന്നില്ല. 45-ാമത്തെ മിനിറ്റിൽ, അതായത് ഇഞ്ചുറി ടൈമിൽ, ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ അടുത്ത ഗോൾ പിറക്കുന്നു. ഇത്തവണ ബ്രൂണോ ഗുയിമാരസിൻ്റെ കിടലിന് ഒരു ക്രോസിൽ നിന്ന് ഹെഡറിലൂടെ വിനി ജൂനിയർ പന്ത് വലയിലേക്ക് എത്തിച്ചു. ഇടവേള സമയത്ത് മത്സരം 2-0 ബ്രസീൽ മുന്നിൽ. 2-ാം പകുതിയിൽ ബ്രസീലിന് അവസരങ്ങൾ, മറുഭാഗത്ത് സ്കോട്ട് മാക്ടോമിനെയും മറ്റുമൊക്കെ ബ്രസീലിൻ്റെ ഏരിയയിലേക്കും ബോളുമായിട്ട് എത്തിയിരുന്നു. പക്ഷേ ആലിസൺ കൃത്യമായിട്ട് ഇടപെട്ടു. ഏതായാലും കളിയുടെ 60-ാമത്തെ മിനിറ്റിൽ വാവ്, വാട്ട് എ ഗോൾ! ബ്രസീൽ ജോഗോ ബൊണീറ്റോ കളിക്കുന്ന കാഴ്ച, ബ്യൂട്ടിഫുൾ ഗെയിം മടങ്ങിയെത്തിയ കാഴ്ച. അതിമനോഹരമായൊരു നീക്കം ബ്രസീൽ നടത്തുന്നു. ബോൾ ബ്രൂണോ ഗുയിമാരസ് സുന്ദരമായിട്ട് മാത്യസ് കുഞ്ഞക്ക് കൊടുക്കുന്നു. കുഞ്ഞ അത് കിടലിനായിട്ട് ഫിനിഷ് ചെയ്യുന്നു. അത് സംതിങ് ബ്യൂട്ടി ആയിരുന്നു ആ ഒരു ഗോള്. ടീം ഗെയിമിൽ പൂത്ത ഗോള്. ഏതായാലും 60-ാമത്തെ മിനിറ്റിൽ ബ്രസീൽ 3-0 മുന്നിൽ. പിന്നെ കാത്തിരുന്നത് എന്താ? സുൽത്താൻ്റെ വരവിനല്ലേ. സുൽത്താൻ വരുന്നു. 75-ാമത്തെ മിനിറ്റിൽ മാത്യസ് കുഞ്ഞയെ പിൻവലിച്ചുകൊണ്ട് കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ കളിക്കളത്തിലേക്ക് വിടുന്നു. സ്റ്റേഡിയം ആവേശത്തിൽ. പിന്നീട് അങ്ങോട്ട് നെയ്മർ കൂടി ചേർന്നുള്ള നീക്കങ്ങളായിരുന്നു. വിനി ജൂനിയർക്ക് ഹാട്രിക് തികക്കാൻ പല അവസരങ്ങൾ കിട്ടിയെങ്കിലും പന്ത് വലയിലേക്ക് എത്തിയില്ല. ഒടുവിൽ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയത്തോടു കൂടി ബ്രസീൽ 3 കളി 7 പോയിന്റ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിരിക്കുന്നു. മൊറോക്കോ അവരുടെ മത്സരം ഹെയ്ത്തി നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. 4-2 മൊറോക്കോ ഒടുവിൽ വിജയിച്ച് കയറി. പക്ഷേ ഗോൾ ഡിഫറൻസിൽ ബ്രസീൽ തന്നെ 1-ാം സ്ഥാനത്ത്. സോ ബ്രസീലും മൊറോക്കോയും 1-2 സ്ഥാനക്കാരായിട്ട് ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് പോയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സിൽ എത്താം.